താമസിക്കാൻ ആളില്ലാതെ കിടന്ന് നശിച്ച മലപ്പുറം തിരൂരങ്ങാടിയിലെ പോലീസ് ക്വാർട്ടേഴ്സുകളിൽ പരിശോധന. ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർ നേരിട്ടെത്തി പരിശോധന നടത്തി. ജീർണാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. നിഖിൽ പ്രവേശ് ചേരുന്നുണ്ട്. നിഖിൽ, അങ്ങനെ നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശവും അനുസരിച്ച് ഉദ്യോഗസ്ഥരെത്തുന്നു. ഇനി എപ്പോഴത്തേക്ക് ഈ പൊളിക്കൽ നടപടികൾ ഉണ്ടാകും? ഗോകുൽ, ഏതാണ്ട് 30ഓളം പോലീസ് ക്വാർട്ടേഴ്സുകൾ, അതായത് പോലീസുകാർക്ക് കുടുംബത്തോടൊപ്പം താമസിക്കാൻ കഴിയുന്ന ക്വാർട്ടേഴ്സുകൾ 1991 നിർമ്മിച്ചവയാണ്. ഇത് ഒരു ഉപകാരവും ഇല്ലാതെ കിടക്കുന്നു എന്നുള്ള 24 വാർത്തയ്ക്ക് പിന്നാലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ ഇടപെടുകയും ഈ കെട്ടിടങ്ങൾ, അതായത് ജീർണാവസ്ഥയിലുള്ള അപകടകരമായി നിൽക്കുന്ന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനും നവീകരണം നടത്തേണ്ടുന്നത് നവീകരിക്കാനുമുള്ള നിർദ്ദേശം അദ്ദേഹം നൽകിയിരുന്നു. ജില്ലാ പോലീസ് മേധാവിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം അദ്ദേഹം നൽകിയിരുന്നത്. തുടർന്ന് ജില്ലാ പോലീസ് മേധാവി ഇന്നലെയാണ് ഈ ഓർഡർ പുറത്തിറങ്ങിയത്. ഇതിന് പിന്നാലെ ഇന്നിപ്പോൾ ജില്ലാ പോലീസ് മേധാവിയും ഒപ്പം മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും ഈ ക്വാർട്ടേഴ്സുകളിൽ എത്തി ക്വാർട്ടേഴ്സുകൾ കണ്ട് വിലയിരുത്തുകയും ഇതിന്റെ അവസ്ഥയും മറ്റും മനസ്സിലാക്കുകയും ഉടനെ തന്നെ ഒരു റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് നൽകുകയും ചെയ്യും. ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എത്രയും വേഗത്തിൽ ഈ കെട്ടിടങ്ങൾ ഉപയോഗയോഗ്യമാക്കിയതിനു ശേഷം പോലീസുകാർക്ക് ഉപയോഗിക്കാൻ നൽകുക. അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകളുടെ ഓഫീസുകൾ ഈ പരപ്പനങ്ങാടി, ചെമ്മാട്, തിരൂരങ്ങാടി മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. പോലീസുകാർക്ക് വേണ്ടെങ്കിൽ അത് മറ്റു വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്ക് താമസിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നമ്മൾ ഈ വാർത്തയിലൂടെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു ആംഗിൾ എന്ന് പറയുന്നത്, സംസ്ഥാനത്ത് ആയിരക്കണക്കിന് ആളുകൾ ഒരു കൂരയ്ക്കായി സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങുമ്പോഴാണ് ഇത്തരത്തിൽ നിരവധി ക്വാർട്ടേഴ്സുകൾ ഉപയോഗശൂന്യമായി കിടക്കുന്നത് എന്ന് മാത്രമല്ല, ഇത് ഇഴജന്തുക്കളുടെയും മറ്റും ഒരു സ്വൈര്യവിഹാര കേന്ദ്രമായി മാറുക കൂടിയായിരുന്നു. എന്തായാലും അതിനാണ് ഒരു പരിഹാരമാക്കുന്നത്. ആഭ്യന്തര വകുപ്പ് കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്നുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഗോകുൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.